മറ്റുള്ളവരെ ഇത് ഒരിക്കലത്തേക്ക് എനിക്ക് അവളെ ആ മാലയെ കൊണ്ടുവന്നു ഇത്രയും അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഒരു പാവം പിടിച്ച് അവളെ ഒരു തുച്ഛമായിട്ടുള്ള ഒരു ഇതിന്റെ പുറകെ ഒന്ന് പോയതാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ പിള്ളേർക്ക് വല്ലതും മാറ്റി പറക്കി കൊടുക്കുകയും ഒരു നിവൃത്തിയില്ലാത്തതാണ്. അവൻ്റെ ഒരിക്കലത്തേക്കും അതിനെ ഇത്തിരി കൊണ്ടുവന്ന് കൊടുക്കാൻ പറയണം. നിങ്ങളുടെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പണിയാണ്. ഞാൻ 6 വർഷം ഗൾഫിലിരുന്നതാണ്. ഗൾഫിലിരുന്ന് കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്ന് ഈ മേസ്തിരി പണിക്കൊക്കെ പോയി പറയും. ഈ ഗൾഫിലുള്ളത് വലിയ മെച്ചമൊന്നുമില്ല. സാധാരണ ചെറിയൊരു വീട് 3 സെന്റ് സ്ഥലമേ ഉള്ളൂ എനിക്ക് വീട്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഇവക്കും പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഒരു ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തെങ്കിലും ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഇതിലേക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൾ പോകുന്നത് എല്ലാം. അപ്പോൾ അങ്ങനെ പോയിടത്താണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഈ ഒരു 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 ചെറിയൊരു മഞ്ചാടി എനിക്കുണ്ട്. ഒരു ശകല സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ അവക്ക് വേണ്ടി ഞാൻ എല്ലാം ഒരുക്കി പറക്കി വെച്ചാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഒരു മാലയ്ക്ക് അവർക്ക് നല്ലവണ്ണം കിടക്കട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് വെച്ചത്. പക്ഷെ ഈ ഇടയ്ക്ക് 1 മാസത്തിനകത്തായതേ ഉള്ളൂ. പണയം വെച്ചിരുന്നത് ഇപ്പൊ എടുത്തിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അതിനിടയ്ക്ക് വെച്ചാണ് അതാണ് ഇവള് ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ ഈ കൊണ്ടുപോരുത് ഇനി അങ്ങനെ ഒരു മാല നമുക്ക് വാങ്ങാനോ എടുക്കാനോ കിട്ടൂല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് എനിക്ക് കിട്ടുന്നത് 1000 രൂപ ശമ്പളം കിട്ടും. 2 പിള്ളേരെ ചെലവും കാര്യങ്ങളെല്ലാം പോയിട്ട് ഒന്നുമില്ല. ഒരു വീട് കഴിഞ്ഞു പോകുന്നത് അത്രയേ ഉള്ളൂ. വെറും 3 സെന്റ് സ്ഥലം മാത്രമേ വീടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തുപോരം നിലവുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഒരു സാമ്പത്തികമായിട്ട്. വേറെ വസ്തുക്കൾ അങ്ങനെ ഒന്നുമല്ല. സാമ്പത്തികത്തിലേക്ക് വളരെ മോശമാണ്. അന്നെന്നുള്ള ഈ ജോലി ഉള്ളതല്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് ഈ പോയത്. അതുകൊണ്ടാണ് അവളെ ഇതിലേക്ക് വേണ്ടി കിടന്നിട്ട് അവനെ കിടന്ന് പിടിക്കുന്നത്. അവന്റെ ഈ അടി എല്ലാം കൊണ്ടു പറയ്ക്കായാലും അതിലേക്ക് എന്നാലും അവൻ ഭയവയ്ക്കാതെയാണ് ഈ വലിച്ചു തള്ളിയിട്ട് കൊണ്ടുപോയത്. ഈ കള്ളൻ്റെ കൂടെ അവള് പറയുന്നത് കൊണ്ടുതരാനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത്രയ്ക്കും കടന്ന് വിളിച്ച് ഒരിക്കലത്തേക്ക് അതിനെ ഇത്തിരി തന്നിട്ട് പോകാൻ വേണ്ടിയാണ് അവന്റെ ഈ അടിയും ഇടിയും എല്ലാം കൊണ്ടായാലും അവള് ഈ പുറകെ നിന്ന് കിടന്ന് വിളിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഒരു മാലയ്ക്ക് അവളെ കഴുത്തിൽ കിടക്കട്ടെ, നല്ലവണ്ണം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ഈ പൊട്ടും പൊടിയൊക്കെ കൊടുത്തു പറയ്ക്കാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് പറക്കി ഇട്ട് കൊടുത്തത്. അല്ലാതെ വലിയ സാമ്പത്തികം ഉള്ളതോ ഞാൻ അങ്ങനെ വെറും ആ ഒരു മാലയെ തന്നെ ഉള്ളത്. ഒരു മാലയ്ക്ക് ഒരു പെൺപിള്ളേരായി കഴിഞ്ഞാൽ ഒരെണ്ണയ്ക്ക് തരം നല്ലവണ്ണം കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക്. വേറെ ഒരു പരിപാടി വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്. ഞാൻ ഈ പണിക്ക് പോയാലും കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെ പോയാലും ഞാൻ വന്ന് കയറുന്നത് തന്നെ വാടയ്ക്ക് വെള്ളം കോരി ഇതിനെല്ലാം പോയി പറയ്ക്ക് വരുമ്പോൾ അതിന് 7-7:30 മണിയാവും. ഞാൻ പണിക്ക് പോയിട്ട് ഈ വീട്ടിൽ വന്ന് കയറപ്പോൾ 7:30 മണിയാവും. കാണുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലത്തേക്ക് എനിക്ക് അവറ്റോട് ഇത് ഇനി മറ്റുള്ളവരെ ഇത് ഒരിക്കലത്തേക്ക് എനിക്ക് അവളെ ആ മാലയെ കൊണ്ടുവന്നു ഇത്രയും അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഒരു പാവം പിടിച്ച് അവളെ ഒരു തുച്ഛമായിട്ടുള്ള ഒരു ഇതിന്റെ പുറകെ ഒന്ന് പോയതാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ പിള്ളേർക്ക് വല്ലതും മാറ്റി പറക്കി കൊടുക്കുകയും ഒരു നിവൃത്തിയില്ലാത്തതാണ്. അവൻ്റെ ഒരിക്കലത്തേക്കും അതിനെ ഇത്തിരി കൊണ്ടുവന്ന് കൊടുക്കാൻ പറയണം.